അപ്പോൾ നമ്മുടെ വറവ് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി നാടൻ കറിയാണ് കേട്ടോ. കറി കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊരു മോരുകറിയാണോ എന്നുള്ളത്. മോരുകറി അല്ല കേട്ടോ, മോരുകറി പോലെ ഇരിക്കുന്നു എന്നേ ഉള്ളൂ. ഇത് നമ്മുടെ പച്ചക്കയും ചെറുപയറും ചേർത്തിട്ടുള്ള നാടൻ ഒഴിച്ചുകറിയാണ്. അപ്പോൾ ഈ പച്ചക്കയും ചെറുപയറും ചേർത്ത് ഇതുപോലെ ഒഴിച്ചുകറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു കറി ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ലാസ്റ്റ് ഈ വറവിടുന്നതും കൂടി ചെയ്താലേ പെർഫെക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഇതെല്ലാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 1/2 കപ്പ് ചെറുപയർ അരമണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അരമണിക്കൂറോ 1 മണിക്കൂറോ സോക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഓവർനൈറ്റ് സോക്ക് ചെയ്യാം, അതൊന്നും കുഴപ്പമില്ല കേട്ടോ. ഇതിലേക്കായിട്ട് ഒരു പച്ചക്ക എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു പച്ചക്കയ്ക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ബാക്കിയുള്ളതെല്ലാം പറയുന്നത്. ഒരു 1/4 കപ്പ് തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. 3 പച്ചമുളക്, നമ്മുടെ എരിവനുസരിച്ച് പച്ചമുളക് എടുക്കാം. പിന്നെ കുറച്ച് ഉള്ളി വേണം. ഉള്ളി അരയ്ക്കാനും വേണം, നമുക്ക് വറവിടാനും വേണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചെറുപയറൊന്ന് കുക്ക് ചെയ്യാൻ വെക്കാം. ചെറുപയർ ഞാനിപ്പോൾ 2 വിസിൽ വരുന്നത് വരെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുപയർ ഓവറായിട്ട് അങ്ങോട്ട് ഉടഞ്ഞു പോകണ്ട, ഒന്ന് കുക്കായി കിട്ടിയാൽ മതി. അതിനുശേഷം നമുക്ക് പച്ചക്കയൊക്കെ ചേർത്ത് കുക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ചെറുപയർ നമുക്ക് ഉപ്പ് ചേർത്ത് വേവിച്ചെടുക്കാം. സാധാരണ നമ്മൾ ഉപ്പ് മാത്രം ചേർത്തിട്ടാണ് ചെറുപയർ വേവിച്ചെടുക്കാറുള്ളത്. അതിനുശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചെറുപയർ കുക്ക് ചെയ്യാൻ വയ്ക്കട്ടെ, അതിനുശേഷം നമുക്ക് പച്ചക്ക കട്ട് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ പച്ചക്ക കട്ട് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ കറിക്ക് കട്ട് ചെയ്യുന്ന പോലെ അല്ല പച്ചക്ക കട്ട് ചെയ്യുന്നത്, കുറച്ച് വ്യത്യാസമുണ്ട്. ആദ്യം നമ്മൾ ഈ തിക്നെസ് ഉള്ള പോർഷനൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. തീരെ ചെറുതായി പോരുത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീരെ ചെറുതായിട്ടുണ്ടെങ്കിൽ നമ്മുടെ പച്ചക്ക വേഗം തന്നെ കുഴഞ്ഞു പോകും. അപ്പോൾ ആ കുഴഞ്ഞു പോകാത്ത രീതിയിൽ ഒന്ന് 4ആയിട്ട് കട്ട് ചെയ്യുക. അതിനുശേഷം ചെറിയൊരു കനത്തിൽ കട്ട് ചെയ്ത് നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ചെറിയൊരു കനം മതി, ഒരുപാട് കനത്തിൽ വേണ്ട. ഇതാ ഈ ഒരു വലിപ്പത്തിൽ ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരുപാട് തിക്കല്ല, അധികം തിന്നുമല്ല. വല്ലാതെ തിന്നായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വേവിക്കുമ്പോൾ ഉടനെ തന്നെ കുഴഞ്ഞു പോകും. അതാണ് അധികം വലുതായിട്ടോ അല്ല അധികം ചെറുതായിട്ടോ അല്ല എന്ന് പറഞ്ഞത്. ഇതുപോലെ നമുക്ക് ഈ പച്ചക്ക മുഴുവൻ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് കഴുകിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ പച്ചക്ക നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം, പിന്നീട് കഴുകിയെടുക്കാം. ഇപ്പോൾ നമുക്ക് മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചിരവിയത് ചേർക്കാം. അതുപോലെ തന്നെ 2 ഉള്ളി, നമ്മുടെ കുക്കർ 2 വിസിൽ വന്നിട്ടുണ്ട്. ഒരു 2-3 ഇതിൽ കറിവേപ്പില, 1/2 ടീസ്പൂൺ നല്ല ജീരകം, ചെറിയ ജീരകം കേട്ടോ. നമ്മൾ സാധാരണ ഒഴിച്ചുകറികൾക്കൊക്കെ ഈ ഒരു ചെറിയ ജീരകമാണ് ചേർക്കുക. ഇതിലേക്ക് ഒരു പച്ചമുളകും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് അരയ്ക്കാനായിട്ട്. നിങ്ങൾക്ക് താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ പച്ചമുളക് വേവിക്കുമ്പോൾ മാത്രം ചേർത്താൽ മതി കേട്ടോ, അരയ്ക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമുക്കിത് വെള്ളം ചേർത്തൊന്ന് അരച്ചെടുക്കാം നന്നായിട്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ തേങ്ങ നന്നായിട്ട് വെള്ളം ചേർത്ത് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് അരയണം കേട്ടോ, ഒട്ടും അരയാതിരിക്കരുത്. അരയാതിരുന്നുണ്ടെങ്കിൽ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമ്മുടെ കുക്കറിൻ്റെ പ്രഷർ പോയി കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കുക്കർ കംപ്ലീറ്റ് പ്രഷർ പോയിട്ടുണ്ട്. നമുക്ക് തുറന്നിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് വേറെ പാത്രത്തിലേക്ക് മാറ്റുന്നത്. ഇല്ലെങ്കിൽ ഈ ഒരു കുക്കറിൽ തന്നെ നമ്മൾ നമ്മുടെ പച്ചക്ക ഇട്ടിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഒരു ചട്ടിയിലേക്കാണ് മാറ്റുന്നത്. പയറ് വല്ലാതെ ഉടഞ്ഞു പോയിട്ടില്ല. ഈ മൺചട്ടിയിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ഇട്ട് കൊടുക്കാം. കുറച്ച് പയറാകുമ്പോൾ വേവാൻ ചിലപ്പോൾ കൂടുതൽ സമയം എടുക്കും കേട്ടോ. അത് നമ്മൾ എടുക്കുന്ന പയറിൻ്റെ അളവനുസരിച്ചും നമ്മുടെ കയ്യിലുള്ള പയറിൻ്റെ കുക്കിംഗ് ടൈം അനുസരിച്ചും വ്യത്യാസം വരും. ചിലപ്പോൾ 4-5 വിസിൽ വരുന്നത് വരെയൊക്കെ കുക്ക് ചെയ്യേണ്ടി വരും. ഈ പയറിപ്പോൾ ഉടഞ്ഞു പോകാതെ കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് പച്ചക്ക ചേർക്കാം. പച്ചക്ക ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട്. ആദ്യം നമ്മൾ ചേർക്കുന്നത് 2 പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്തത്, പിന്നെ കുറച്ച് ഉപ്പ്. നമ്മൾ പച്ചക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർക്കുക. എന്താണെന്ന് വെച്ചാൽ പയറിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അരപ്പിലേക്കൊന്നും നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല, അതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. ഫ്ലെയിം ഓൺ ചെയ്യാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് 1/4 ടീസ്പൂൺ
കാശ്മീരി ചില്ലി പൗഡറാണ്. ഒരു കളറിന് വേണ്ടി മാത്രമാണ് ഈ ഒരു ചില്ലി പൗഡർ ചേർക്കുന്നത്. എരിവിനായിട്ട് നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ടല്ലോ. ഒരുപാട് എരിവുള്ള കറിയല്ല നമ്മുടെ നാടൻ ഒഴിച്ചുകറികളൊന്നും. ഇനി ഇതൊന്ന് വെള്ളം ചേർത്ത് കുക്ക് ചെയ്തെടുക്കാം നമുക്ക്. പച്ചയ്ക്ക് വേഗം കുക്കായി വരും. ഒരുപാട് വെള്ളം ചേർത്ത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് വെള്ളത്തിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇതൊരു 6-7 മിനിറ്റ് കൊണ്ട് തന്നെ പച്ചയ്ക്ക കുക്കായി വരും കേട്ടോ. കുക്കറിലാണെങ്കിൽ ഒരു വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്യാം. അപ്പോൾ പച്ചയ്ക്ക ഓവറായിട്ട് കുക്കായി പോകും. അതുകൊണ്ട് കുക്കറിൽ കുക്ക് ചെയ്യാതിരിക്കുകയാണ് എപ്പോഴും നല്ലത്. കുക്കറിലാണെങ്കിൽ നിങ്ങൾ വെയിറ്റ് ഇടാതെ അടച്ചു വെച്ചിട്ട് ഒരു 7 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താലും കുഴപ്പമില്ല. വെയിറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴഞ്ഞു പോവും. അപ്പോൾ ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. പയറ് ബാക്കിയുള്ള കുക്കിംഗ് ഈ പച്ചക്കയുടെ കൂടെ ഇരുന്നിട്ട് കുക്കായിക്കോളൂ കേട്ടോ. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ പയറും പച്ചക്കയും ചേർന്ന് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ. ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. എന്താണെന്ന് വെച്ചാൽ പിന്നീട് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പയറ് വീണ്ടും കല്ലുപോലെ ആയിപ്പോവും, പച്ചക്കയും കല്ലുപോലെ ആയിപ്പോവും. അതുകൊണ്ട് നമ്മൾ ആ ഹാർഡായി പോകുന്നതിന് മുന്നേ ആയിട്ട് വെള്ളം ചേർക്കുമ്പോൾ ചൂടുവെള്ളം തന്നെ ചേർക്കുക. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം. ഇപ്പോൾ പയറൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഉടഞ്ഞ് ഒരുപാട് അങ്ങോട്ട് പോയിട്ടില്ല. നിങ്ങൾക്ക് ഉടഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഉടച്ചെടുക്കാം. പച്ചക്കാണെങ്കിലും ചട്ടിയിൽ പിടിച്ചിട്ടൊന്നുമില്ല. നമ്മൾ ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നതുകൊണ്ട് ചട്ടിയിൽ പിടിക്കാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്ലെയിം കുറച്ചിട്ട് അരപ്പ് ചേർക്കാം. എപ്പോഴും അരപ്പ് ചേർക്കുമ്പോൾ ഫ്ലെയിം കുറച്ചിട്ട് ചേർക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർക്കാം. ഒരുപാട് വെള്ളം ചേർക്കരുത്. ഒരുപാട് വെള്ളമുള്ള കറിയല്ല ഇത്. കുറച്ച് തിക്കായിട്ടിരിക്കുന്നൊരു കറിയാണ്. അപ്പോൾ നമുക്കിനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഫ്ലെയിം കൂട്ടി വയ്ക്കാം. നമ്മൾ അരപ്പ് ചേർക്കുമ്പോൾ തിളച്ചു പോകാതിരിക്കാനാണ് ഫ്ലെയിം കുറച്ച് വെച്ചത്. ഞാൻ ചെറിയ ബർണറിൽ വെച്ചിട്ടാണ് കേട്ടോ ഇതെല്ലാം കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഹൈ ഫ്ലെയിമിലല്ല വെച്ചിരിക്കുന്നത്, ചെറിയ ബർണറിലാണ്. എന്താണെന്ന് വെച്ചാൽ വലിയ ബർണറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പയറൊക്കെ വേഗം വെള്ളം വറ്റിപ്പോവും. പച്ചക്ക ചട്ടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾ ചട്ടിയിലാണ് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ട് ആവി വരട്ടെ. ഒരു 2 മിനിറ്റ് ആവി വന്നു കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്യണം. പിന്നെ വെളുത്തുള്ളി ചേർക്കണ്ട കേട്ടോ അരയ്ക്കുമ്പോൾ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വെളുത്തുള്ളി ചേർത്തിട്ട് ഈ ഒരു കറികളൊന്നും നമ്മൾ റെഡിയാക്കാറില്ല. നിങ്ങൾ ചെയ്യാറുണ്ടെങ്കിൽ ചെയ്തോളൂ. പക്ഷെ ഞാൻ ചെയ്യാറില്ല കേട്ടോ. ഞാൻ എൻ്റെ രീതിയിൽ ഉള്ളത് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ കണ്ടോ, അത്യാവശ്യം ലൂസാണ് കറി. പക്ഷെ ഒന്ന് ചൂടായി വരുമ്പോൾ വീണ്ടും കുറുകി വന്നോളും. ഇതൊന്ന് ചൂടായി കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ ഉപ്പൊക്കെ ചെക്ക് ചെയ്യാം, എരിവ് ചെക്ക് ചെയ്യാം. എരിവ് കുറവാണെങ്കിൽ 1-2 പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ ചെറുപയറിലും പച്ചക്കയിലും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഉപ്പുണ്ടാവും. കുറവാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഉപ്പൊക്കെ കറക്റ്റ് ചെയ്താലേ എല്ലാ കറികളും പെർഫെക്റ്റ് ആവുള്ളൂ. ഉപ്പ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കറിക്ക് ടേസ്റ്റ് തന്നെ കുറഞ്ഞു പോകും. എല്ലാ കറികളിലും നമ്മൾ വെജ് കറികൾ ഉണ്ടാക്കുകയാണെങ്കിലും നോൺ വെജ് കറികൾ ഉണ്ടാക്കുകയാണെങ്കിലും ഉപ്പ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഉപ്പ് കൂടിയും പോകരുത്, കുറഞ്ഞും പോകരുത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ആവി വരട്ടെ. അതുവരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇളക്കാതിരുന്നുണ്ടെങ്കിൽ ചെറിയ ബബിൾസ് വന്ന് ആ തേങ്ങ ഒന്ന് പിരിഞ്ഞ പോലെ ആയിപ്പോവും. അതുകൊണ്ടാണ് നമ്മൾ ഇളക്കി കൊടുക്കാമെന്ന് പറഞ്ഞത്. പിന്നെ നമ്മൾ ചേർത്തിട്ടുള്ള ജീരകത്തിൻ്റെയും തേങ്ങയുടെയും അതുപോലെ തന്നെ ഉള്ളിയുടെയും ഒക്കെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറി വരുന്നത് വരെ നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് ഇളക്കിക്കൊണ്ടിരിക്കട്ടെ. അപ്പോൾ നമ്മുടെ കറിയിൽ നിന്ന് നന്നായിട്ട് ആവി വരുന്നുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചട്ടിയുടെ ചൂടിലിരുന്നിട്ട് ഇനിയും കറി തിളയ്ക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് ഇനി വറവ് ചേർക്കാം. അപ്പോൾ ഞാൻ ഈ കറി ഒന്ന് ഇറക്കി വയ്ക്കട്ടെ. അപ്പോൾ നമ്മൾ വറവിടാനായിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാം. ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ കടുക് ചേർക്കുക. 1 ടീസ്പൂൺ കടുക്. കടുകൊന്ന് പൊട്ടിത്തുടങ്ങട്ടെ. കടുക് പൊട്ടി കഴിയുന്നുണ്ട്. നമുക്കിതിലേക്ക് റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും കറിവേപ്പിലയും ചേർക്കാം. ഇനി ഉള്ളി ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. നന്നായിട്ടൊന്ന് കുക്കായി വരട്ടെ ഉള്ളി. ഒരുപാട് ബ്രൗൺ ആയി പോകണ്ട. അപ്പോൾ നമ്മുടെ ഉള്ളി ഒന്ന് ലൈറ്റായിട്ട് ബ്രൗൺ ആയി തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് ഒരു 3 വറ്റൽമുളക് കട്ട് ചെയ്ത് ചേർക്കാം. ഇനി വറ്റൽമുളകും കൂടി ഒന്ന് കുക്കായി വരട്ടെ. ഒരുപാട് കളർ മാറിപ്പോകണ്ട വറ്റൽമുളകിൻ്റെ. ലൈറ്റായിട്ടൊന്ന് കളർ ചേഞ്ച് ആയാലും മതി കേട്ടോ. വറ്റൽമുളകും
ബ്ലാക്ക് കളറായി പോയിട്ടുണ്ടെങ്കിൽ കാണാൻ ഭംഗി ഉണ്ടാവില്ല കറിയിൽ. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർക്കണം. അത് നമ്മുടെ കറിക്ക് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം, താല്പര്യമില്ലെങ്കിൽ ചേർക്കണ്ട. ചേർക്കേണ്ട സ്റ്റേജ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ ചേർക്കുക. ഫ്ലെയിം ഓഫ് ചെയ്തു ഞാൻ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാത്രമേ മുളക് പൊടി ചേർക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകും. ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുക. മുളക് കരിഞ്ഞു പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ കറിയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കണം. ഉള്ളി ഉള്ളത് കൊണ്ട് തന്നെ മുളക് വേഗം കരിഞ്ഞു പോകില്ല കേട്ടോ. ഉള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ മുളക് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ വറവ് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ നല്ല ഭംഗിയായിട്ടുള്ള നമ്മുടെ കറി റെഡി ആയി കഴിഞ്ഞു. കണ്ടോ, കാണാൻ തന്നെ നല്ല ഭംഗിയായില്ലേ? നമ്മൾ മോരുകറിയൊക്കെ വെക്കുമ്പോൾ ചെയ്യുന്ന പോലെ ഈ ഒരു മുളകും കൂടി ഇതുപോലെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ എല്ലാ കറികൾക്കും കറക്റ്റ് ആവില്ല, മിക്ക കറികൾക്കും നല്ല ഭംഗി ഉണ്ടാവും. അതുപോലെ ടേസ്റ്റും കൂടുതലായിരിക്കും ഈ ഉള്ളിയൊക്കെ ചേർത്ത് ഇതുപോലെ വറവിട്ട് വരുമ്പോൾ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്യാറില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും ഈ ഒരു പച്ചയ്ക്ക ചെറുപയർ കറി നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതുപോലെ നിങ്ങൾ കറി ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ആദ്യമായിട്ടാണോ ഇങ്ങനൊരു കറിയെക്കുറിച്ച് കേൾക്കുന്നതൊക്കെ എന്നൊക്കെ പറയുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുക്കിംഗ് റെസിപ്പീസ് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കണ്ടോ, നമ്മുടെ കറി നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും കുറുകി വരും കേട്ടോ. സമയം കഴിയുന്നതനുസരിച്ച് കുറുകി വരും. ചൂട് മാറി വരുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് തിക്കായി വരും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ കറി ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ലൈക്സും അതുപോലെ കമൻസും ഒക്കെ കാണുമ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോകൾ ചെയ്യാനുള്ള ഒരു പ്രചോദനം കിട്ടും. അതുകൊണ്ടാണ് ഒന്ന് ലൈക്ക് ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നെ നിങ്ങളുടെ ഇഷ്ടങ്ങളും അഭിപ്രായങ്ങളും എനിക്ക് അറിയാനും പറ്റുമല്ലോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേറെ റെസിപ്പികൾ ഏതൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് അറിയാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് ഇന്ന റെസിപ്പികളാണ് വേണ്ടതെന്നുള്ളത്. അല്ലാതെ നമുക്ക് ഊഹിക്കാനല്ലേ പറ്റുള്ളൂ ഇന്ന കറികൾ ഇഷ്ടമായിരിക്കും എല്ലാവർക്കും, അല്ലെങ്കിൽ ഇതുപോലെയുള്ള തോരനുകൾ പലഹാരങ്ങളൊക്കെ ഇഷ്ടമായിരിക്കും എന്ന ഊഹത്തിലാണ് ഞാനിപ്പോൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളത് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പികളാണ് ചെയ്യുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. അതും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.